തൃശൂർ പൂരം പോലീസ് അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ വിശദീകരണം തേടി ഹൈക്കോടതി. ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ബി.ജെ.പി. നേതാവ് ബി. ഗോപാലകൃഷ്ണന്റെ ഹർജിയിലാണ് കോടതി ഇടപെടൽ. ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല അന്വേഷണം നടന്നിട്ടുണ്ടോ എന്നും ജുഡീഷ്യൽ അന്വേഷണം ആലോചനയിലുണ്ടോ എന്നുമുള്ള കാര്യങ്ങളിലാണ് കോടതി വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുള്ളത്. രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, എന്തൊക്കെ കാര്യങ്ങളാണ് സർക്കാരിനോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുള്ളത് കോടതിയിൽ? രജനി, തൃശൂർ പൂരം പോലീസ് അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ടാമത് നൽകപ്പെട്ട ഹർജിയിലാണ് ഹൈക്കോടതി നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം തേടിയത്. ബി.ജെ.പി. നേതാവായിട്ടുള്ള അഡ്വക്കേറ്റ് ബി. ഗോപാലകൃഷ്ണനാണ് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. പ്രധാനമായിട്ടും ഈ ഹർജിയിലെ ഒരു ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ജുഡീഷ്യൽ അന്വേഷണം വേണം, മാത്രവുമല്ല അങ്കിത് അശോകനെതിരെ കേസ് എടുത്തുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടക്കണം തുടങ്ങിയ ആവശ്യങ്ങളായിരുന്നു ഈ ഹർജിയിൽ ഉന്നയിക്കപ്പെട്ടിരുന്നത്. നിലവിൽ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി വിശദീകരണം തേടിയിട്ടുള്ളത് ഉദ്യോഗസ്ഥർക്കെതിരെ ഏതെങ്കിലും തരത്തിൽ വകുപ്പ് തല അന്വേഷണമോ നടപടിയോ ഇതുവരെ സ്വീകരിച്ചിട്ടുണ്ടോ, ഏതെങ്കിലും കേസുകൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ, ജുഡീഷ്യൽ അന്വേഷണം വേണമോ എന്നുള്ള കാര്യത്തിൽ അതിൽ ഏതെങ്കിലും ആലോചന നടക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലാണ് സംസ്ഥാന സർക്കാർ മറുപടി നൽകേണ്ടത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പി. സുധാകരൻ ഒരു ഹർജി നൽകിയിരുന്നു. ആ ഹർജിയിലും സംസ്ഥാന സർക്കാരിന്റെ അടക്കം വിശദീകരണം ഹൈക്കോടതി തേടിയിരുന്നു. പോലീസ് മേധാവി അടക്കം മറുപടി നൽകണമെന്നായിരുന്നു ഹൈക്കോടതി കഴിഞ്ഞയാഴ്ച നിർദ്ദേശം നൽകിയത്. ആ ഹർജിക്കൊപ്പമായിരിക്കും ഗോപാലകൃഷ്ണന്റെ ഹർജിയും ഹൈക്കോടതി അവധിക്കാലത്തിന് ശേഷം പരിഗണിക്കുക. എന്തായാലും സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ച്, അതായത് തൃശൂർ പൂരം പോലീസ് അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമോ എന്ന കാര്യത്തിൽ ഒരു പരിശോധന നടത്തുന്നുണ്ടോ, അതോടൊപ്പം തന്നെ ഏതെങ്കിലും കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലാണ് രേഖാമൂലം ഹൈക്കോടതി മുൻപാകെ സംസ്ഥാന സർക്കാർ മറുപടി നൽകേണ്ടത്. എന്തായാലും വ്യാപകമായിട്ട് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുള്ള ഒരു ആവശ്യം ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ മറുപടി കൂടി പരിശോധിച്ച ശേഷമായിരിക്കും ഈ രണ്ട് ഹർജികളിലും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും തീരുമാനം ഉണ്ടാകുക. വ്യാപകമായിട്ട്, അതായത് ഭക്തർക്ക് നേരെ ലാത്തിചാർജ് പോലീസ് നടത്തി, കൂടാതെ മഠത്തിൽ വരവ് അടക്കമുള്ള ചടങ്ങുകൾ അലങ്കോലപ്പെടുത്തി, മുഖ്യ പൂജാരിയെ പോലും തടസ്സപ്പെടുത്തിയ സാഹചര്യമുണ്ട്. കുത്തുവിളക്കടക്കമുള്ള ആചാരങ്ങളിലാണ് പോലീസ് അനാവശ്യമായിട്ട് ഇടപെട്ടത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കർശനമായിട്ടുള്ള നടപടി തൃശൂർ പൂരം പോലീസ് അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടിയിരിക്കുകയാണ് ഹൈക്കോടതി.